ഈ ഭൗതിക സുഖങ്ങൾ ഗംഭീരമായപ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഷഷ്ടി പൂർത്തി കഴിഞ്ഞപ്പോ കുട്ടിയിൽ നിന്ന് ഷഷ്ടിയിലെത്തിയല്ലേ എല്ലാരും. ആ ഷഷ്ടിയിൽ നിന്ന് കുട്ടിയിലേക്കാണ് തിരികെ എന്താ ഷഷ്ടിയിൽ നിന്ന് കുട്ടിയിലേക്ക്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ഭക്ഷണത്തിനും ഈ വസ്ത്രത്തിനും ഈ പാർപ്പിടത്തിനും ഈ കിടക്കും വേണ്ടിയാണോ മനുഷ്യനായി ജനിച്ചത്? ആണോ? അല്ല. ഇതിനപ്പുറത്തെന്തോ ഇല്ലേ? ആ അപ്പുറത്തുള്ള ആർദ്രതയെ അന്വേഷിക്കാൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോരുകയാണ്, ഓർമ്മകളിലേക്ക്. കൈവള ചാർത്തി ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമൂകമി വേദിയിൽ. നേരത്തെ മാഷന്മാർ പ്രസംഗിക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വന്ന്. ഈ വേദിയിൽ കൈവളകൾ ചാർത്തി ഓർമ്മകൾ കടന്നു വരികയായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധം, നമ്മൾ കടന്നു വന്ന വഴികളും നമുക്കെങ്ങോട്ട് പോകണമെന്ന ചിന്തയുമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. നമുക്കറിയാം, നമ്മൾ എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. അതറിയണമെങ്കിൽ എന്ത് വേണം? വിളക്കുമരമേ ഇവിടെ നിന്ന് വേദിയിലിരുന്ന് ഫോട്ടോ എടുത്തില്ലേ, ആ വിളക്ക് മരങ്ങളോട് വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കാനായി ഇന്ന് വന്നേ. നമ്മുടെ ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് ആ വെളിച്ചം അവനവന്റെ മനോവെളിച്ചത്തിൽ ചാലിച്ചു ചേർത്ത് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. ഇനി ഷഷ്ടി പൂർത്തിയായിട്ട് ഇനിയിപ്പോ എന്താ? യാത്ര മരണത്തിലേക്കാണോ? മരണത്തെപ്പറ്റി ചിന്തിക്കുക. കുറെ വയസ്സന്മാരുടെ ചിന്ത ഇതാ. യഥാർത്ഥത്തിൽ വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം ഇനി നിങ്ങൾ പഠിക്കണം. വൃദ്ധൻ എന്ന് പറയുന്നത് വയോവൃദ്ധനല്ല, പഞ്ചമഹാവൃദ്ധന്മാരുണ്ട്. 5 തരത്തിൽ വൃദ്ധന്മാരുണ്ട്. 1 ധനവൃദ്ധൻ, പണമുണ്ടാക്കിയവൻ. 2 കുലവൃദ്ധൻ, മക്കളും മക്കളുമായിട്ട് ഒരുപാട് ആളുകളെ ഉണ്ടാക്കിയവൻ. 3 വിദ്യാവൃദ്ധൻ, ഒരുപാട് പഠിച്ചവൻ. 4 ജ്ഞാനവൃദ്ധൻ, പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പഠിച്ചതിൽ നിന്ന് പുതിയതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവൻ, അതാണ് ജ്ഞാനവൃദ്ധൻ. 5ാമത്തത് വയോവൃദ്ധൻ. വയോവൃദ്ധൻ എന്ന് പറയുന്ന 5 വൃദ്ധന്മാരിൽ 1 മാത്ര. വയോജനങ്ങളെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് സീനിയർ സിറ്റിസൺ എന്നല്ലേ. എന്താ ഈ സീനിയർ? സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. സീനിയർ എന്ന് പറഞ്ഞാൽ കാഴ്ച കൂടുതൽ കണ്ടവനാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടവർ, ഒരുപാട് അനുഭവിച്ച